എന്താ നേരത്തെ? മേസ്ത്രി ആരോടും പറയില്ലെങ്കിൽ ആളെ കാണിച്ചു തരാം, വരണുണ്ട്. മറുപടി കിട്ടിയോ? ഇന്നേ ഒറ്റയ്ക്ക് കണ്ടു കിട്ടിയുള്ളൂ മേസ്ത്രി. കത്ത് മുമ്പിലേക്ക് കെട്ടിക്കൊടുത്ത് ഞാൻ നേരെ സൈക്കിൾ വിട്ടു. ദേവി ഏത് കമന്റ് അടിക്കില്ലേ മേസ്ത്രി? അതേ വരുന്നുണ്ട്, ദേ ആ കറുത്ത ഉപ്പായം. ഭാർഗവി PM. അത് തന്നെ. ആരാണെന്നറിയോ? ചന്തപ്പടിക്കല് തല്ലുണ്ടാക്കിയ 4 ആളെ ഇടിച്ചു പൊടിയാക്കിയ ഹെഡ് ആൻഡ് ഷേബിൾ പണിക്കരില്ലേ, തടിയൻ കുംഭമീശക്കാരൻ. അയാളുടെ മരുമോളാ. സൂക്ഷിച്ചു. ടീച്ചർമാരുടെ മുറിയിൽ നിന്ന് ഡ്രിൽ മാഷ് കിട്ടിയ ന്യൂസ് കേൾക്കണം. ശേഖരൻ മാഷ്ക്ക് ഒരു കയ്യില്ല. പഴയ മുത്തശ്ശിമാര് ഏറാപ്പിടുന്ന പോലത്തെ പുതപ്പ് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ചോരെടുത്തിന് അസല് വാചകം പറഞ്ഞുതരാം. ഒറ്റ കയ്യാ മുട്ടാളാ നിന്റെ മറ്റേ കയ്യും സൂക്ഷിച്ചോ. ഒറ്റ കയ്യാ മുട്ടാളാ നിന്റെ മറ്റേ കയ്യും സൂക്ഷിച്ചോ. കയ്യാല മാഷുണ്ടാവും, വാസന്തി ടീച്ചർ ഉണ്ടാവും. എപ്പോഴാ കഥയുടെ ബാക്കി പറയാ? യുദ്ധത്തിന്റെ കഥയുടെ ബാക്കി. ക്ലാസ് എടുക്കണ നേരത്തെ കഥ പറഞ്ഞ പോർഷൻ തരണ്ടേ? ആ, എക്സ്ട്രാ വർക്കിന് വരുമ്പോ പറയാം. ഫോട്ടോസ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്തായി? ആ, ഞാനത് മറന്നു. നാളെ വരുമ്പോ കൊണ്ടുവരാം. നാളെ നേരത്തെ മാഷിന്റെ വീട്ടിൽ ഒന്ന് ഓർമ്മപ്പെടുത്ത, അപ്പൊ കാണിച്ചു തരുമോ? ഓ, നേരത്തെ വന്നാൽ ഞാൻ മുറ്റടിപ്പിക്കും, പാത്രം കഴിക്കും, വെള്ളം കോരിക്കും. സമ്മതമാണോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്ന കിരാതനും കാശ്മീരനും ക്രൂരനും കീചകനുമായ ശേഖരൻ മാസ്റ്ററുടെ താന്തോന്നിത്തം അവസാനിപ്പിക്കാൻ 25 രൂപ കൂടുതലാണ് സാർ. കണക്കുണ്ടാക്കിയതും പരിപാടി ഇട്ടതും വാസന്തി ടീച്ചറും ഹെഡ് മാഷും കൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. സ്കൂള് വക ഒരു മാസ്റ്റർക്ക് പോകാനേ വകുപ്പുള്ളൂ. ഞാൻ സ്വന്തം കാശ് ചെലവാക്കേണ്ടി വരും. കാശ് എന്തിനാ എത്ര പൈസക്കണേ? ചെലവില്ല, ശമ്പളം ഉണ്ട്, പെൻഷനും ഉണ്ട്. എന്നെ പറ്റി എല്ലാ കണക്കെടുപ്പും നടത്തിയിട്ടുണ്ടല്ലോ. ആരാ പശുക്കിനെ പറ്റി പറഞ്ഞു തന്നെ? അയാൾക്കെന്താ ഒറ്റ തടി, പൂത്ത പണം ഉണ്ടാവും, ഒരു കാശും അയാൾക്ക് ചെലവില്ല. പക്ഷെ എനിക്ക് അയാളുടെ മട്ടുമാതിരിയുണ്ട്. സംസാരം അത് ഗുരുനന്ദിയാവും. ആ, തോണി വന്നിട്ട് അടയ്ക്ക്. ഓരോരുത്തരായിട്ട് കയറാം, സൂക്ഷിച്ച്. ആ, കയറിക്കോളൂ. സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും എക്സ്കർഷന് പോണ്ട്. ഞാനും പോട്ടെ? കുട്ടികളെല്ലാവരും 25 ഉറുപ്പ്യ കൊടുക്കണം. എന്തിന്? വഴിച്ചെലവിന്. ചോദിക്കുമ്പോ എടുത്തു തരാൻ നിന്റെ തന്ത സമ്പാദിച്ച് കെട്ടിവെച്ചിരിക്കില്ലേ എന്റെ അടുത്ത്? അമ്മേ, ഞാൻ റെഡി. ഇതില് പാലുണ്ട്, വിശക്കുമ്പോ തിന്നാൻ കായ വറുത്തതും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. ആ, പിന്നെ മോനെ, പൈസ പോക്കറ്റിൽ നിന്ന് വീണു പോകാതെ. നേരെ അതെല്ലായിടത്തും ബദലേക്ക് കൊണ്ടുവന്നോളൂ. എന്റെ ജോലി എനിക്കറിയാം. കുട്ടി പൊക്കോളൂ. എല്ലായിടത്തും ഞാൻ ബസ്സിൽ പേര് കൊടുത്ത 3-4 കുട്ടികൾ വരുന്നില്ല. ഉണ്ണി വേണമെങ്കിൽ പോന്നോളൂ, പൈസ ഞാൻ അടയ്ക്കാം, വന്നോളൂ.
എക്സ്കർഷൻ ഒരു വിലാപയാത്ര പോലെ സൈലന്റ് ആയാൽ ബോറാണ്. എന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? ഇത് ക്ലാസ് മുറിയല്ല, പാടേണ്ടവർക്ക് പാടാം. യു ക്യാൻ ബി ഫ്രീ ഹിയർ. മാഷൊരു മോണോ ആക്ട് കാണിക്കണം. ഞാനൊരു കോമഡിയനാണോ കുട്ടി? ഭാരതി, കുട്ടിക്ക് പാടാൻ അറിയാവുന്ന ആരോ പറഞ്ഞല്ലോ. അയ്യോ ഞാനല്ല സാർ, ജയലക്ഷ്മി പാടും. അയ്യോ ഞാനല്ല സാർ, അമ്മിണി ടീച്ചർ നന്നായി പാടും. ടീച്ചർ പാടിയ മാഷ് മിമിക്രി ആട്ടോ. ആദ്യം പാട്ട് വരട്ടെ. മാഷെ ഒന്ന് പറഞ്ഞോട്ടെ. നടന്ന് കാല് കൊഴിഞ്ഞു മാഷെ. മാഷക്ക് കയ്യിന് കേട്ടപ്പോ മുതൽക്ക് എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നി. മാഷ് ഒരു ദിവസം വീട്ടിലേക്ക് വന്നില്ലല്ലോ. ടീച്ചർ ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിക്കാതെ മാഷക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാം, അതിന് വിരോധമില്ല. ഹസ്ബൻഡിന്റെ കത്തൊക്കെ വരാറില്ലേ? ഇനി എന്നാ ലീവിൽ വരുന്നത്? വരുമ്പോ വരാം. അദ്ദേഹത്തെ പരിചയപ്പെടാമല്ലോ. മൂപ്പരില്ലാത്തപ്പോൾ വരാൻ മാസ്റ്റർക്ക് എന്താ ഭയമുണ്ടോ? പഹയന്റെ പിന്നാലെ തന്നെയാ എല്ലാ പെണ്ണും. അതിനൊരു ഭാഗ്യം വേണം. മേസ്ത്രി എന്ന സ്പെഷ്യലാ. തല ഇറങ്ങില്ലേ? ഹേയ്, ആകാശത്തിലൂടെ നടക്കണ രസം. ഞാൻ വലിച്ചു നോക്കട്ടെ. ഡ്രിൽ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഹരായിരുന്നു. എനിക്കൊരു പകതാടോ. കോവി, ഇത് വേണ്ട. എന്താ സർ, എക്സ്കർഷൻ അല്ലേ, ഒരു സിഗരറ്റ് വലിക്കുന്നു. അതുകളാ എന്നെ എങ്ങനെ മണ്ടനാക്കാതെ ഗോപി. ഗെറ്റപ്പ്. നോക്ക്, നിന്റെ കുടുംബത്തിൽ കാശുണ്ടാവും. നീ നശിച്ചാലും വലിയ കാര്യമില്ലാന്ന് കരുതുന്ന രക്ഷിതാക്കളുണ്ടാവും. ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ കുട്ടികളെ ഇതും പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഗെറ്റപ്പ്. Go to your dormitory. പോയിക്കൊള്ളു. വിനോദസഞ്ചാരത്തിനിടയ്ക്ക് ഒരു അധ്യാപകന്റെ അഴിഞ്ഞാട്ടം. എന്താ മാഷി അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോണത്? അങ്ങാടിയിൽ മുഴുവൻ സംസാര വിഷയമാണ്. സംഗതി ഇതാണ് മിസ്റ്റർ, ടീച്ചർമാരിൽ ഒരാളുടെ, ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല, ചെയിൻ കാണാതെ പോയി. തെരച്ചിൽ ബഹളം. അവസാനം കണ്ടുകിട്ടിയത് ശേഖരൻ മാസ്റ്ററുടെ കിടക്കേന്ന്. എന്താടോ മണ്ണ് നിന്ന കോഴിയെപ്പോലെ തൂങ്ങിയിരിക്കുന്നത്? ചൊവ്വരായ ചുമരുവഴി എഴുതണോ, കള്ള കള്ള മാലക്കള്ള നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഇതോടാ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വേണം സാർ. ഇല്ലയോടാ, എപ്പോഴും സാർ. ഇല്ല എപ്പോഴെങ്കിലും വാ. നാശം. കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തകം പോയതിന് 3 റുപ്യ ഞാൻ അടച്ചു. ലൈബ്രറിയുടെ ചാർജ് കൊണ്ടുള്ള വിശേഷം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 1 മണിക്കൂർ ഞാനിവിടെ ഇരിക്കും. ഇനി പുസ്തകം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും പറയരുത്. നോവലും കഥയും വാര്യമാഷ് തരികയില്ല സാർ. സാർ, ഹെഡ്മാസ്റ്റർ വിളിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കുറെ പാട്ടും കുത്തും. അപ്പോ അതിന് കുറെ അധ്വാനം. കഴിഞ്ഞ 3 കൊല്ലം ഇതിന്റെ പങ്കപ്പാട് എന്റെ തലയിലായിരുന്നു. ഇക്കൊരി എനിക്ക് വയ്യ. രക്ഷിതാക്കന്മാരായിട്ടും പബ്ലിക്കായിട്ടും കോണ്ടാക്ട് ഉണ്ടാവുന്ന ഒരേ ഒരു അവസരമാ കൊല്ലത്തിൽ. ബെറ്റർ ഡിസിപ്ലിൻ ഉണ്ടാവാൻ ഇങ്ങനെ ചിലതൊക്കെ വേണം. യൂത്ത് ഫെസ്റ്റിവൽ കൊണ്ട് അതിന്റെ പേരിൽ ആകെ ഒന്ന് കുത്തഴിയുകയാണ് പതിവ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്ന് വിലസ.
പിന്നെ ടീച്ചേഴ്സിന്. സ്റ്റാഫ് കൗൺസിലിന് വേണ്ടി കെട്ടിച്ചിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തം ഏൽക്കാൻ ആരെങ്കിലും വേണം. ഉത്തരവാദിത്വമേൽക്കാൻ മോഹമുള്ളവരുണ്ടാകും മാഷേ. ഞാനാണെല്ലാം. എന്നെ ഉദ്ദേശിച്ചാണോ? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാറില്ല മാഷേ, മോഹവുമില്ല. ചന്തപുസ്തകങ്ങൾ കൊട്ടക്കണക്കിന് വാങ്ങി കള്ളബില്ല് ഫയൽ ചെയ്ത് ലൈബ്രറി പർച്ചേസ് രജിസ്റ്റർ ഭംഗിയാക്കുന്നതും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് അല്ലേ മാഷേ? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സാർ എന്നോട് പറഞ്ഞാൽ മതി. വേണം മാഷെ, ഞാൻ ഇക്കാര്യത്തിൽ മാഷക്ക് ഫുൾ സപ്പോർട്ട്. അത് അവിടെ പറഞ്ഞാൽ മതി. കറക്റ്റ് ടൈം എന്തായി ടീച്ചർ?